അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ലൈഫ് ഓഫ് അനന്തിനെ ശ്രദ്ധിക്കുന്നത് ആക്ച്വലി ഇവന്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് മൂളയും ബുദ്ധിയും ഒക്കെ ഉണ്ടെന്നാണ് ആദ്യം കരുതുന്നത്. പിന്നെ ഈ വലിയച്ചിക്കൊന്നും ഉണ്ടായിരുന്നൂടെ, വീട്ടിലുള്ളവരോട് മെക്കിട്ട് കയറും പോലെ. നീ പോടി അപ്പുറത്ത്. പണ്ട് ഞാൻ ഇവരെ നോക്കി വെച്ചിരിക്കുക. എന്താണ് കേസ്? പല റിയാക്ഷൻ വീഡിയോ എടുത്ത് കാണുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ എച്ചില് കളയത്തില്ല, ഉച്ചിഷ്ടം കളയുമ്പോൾ അത് നക്കി തിന്നുന്ന കുറച്ച് മൃഗങ്ങളുണ്ടല്ലോ, ആ മൃഗങ്ങളെക്കാളും കഷ്ടമാണ് ഇവന്റെ സ്വഭാവം. ഒരു പൊടിക്ക് അടങ്ങടേ അല്ല, നമ്മൾ ചവച്ചു തുപ്പുന്ന കണ്ടന്റുകൾ അത് താഴെ നമ്മുടെ വായുടെ താഴെ വന്നിരുന്ന് പിടിച്ചെടുത്ത് അതിനെയും കണ്ടന്റാക്കാനുള്ള ഗതികെട്ട അവസ്ഥയിലാണ് അനന്തു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അനന്തു നാണാവില്ലോടോ എനിക്ക്, നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? പക്ഷെ ചേച്ചിയെ ഞാൻ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമ്മള് ചവച്ചു തുപ്പുന്നേ ഉള്ളൂ. ചേച്ചി ചവച്ചു തുപ്പി നശിച്ച് തൂറി മെഴുകിയ കണ്ടന്റ് എടുത്തു വെച്ചിട്ടാണ് ചേച്ചി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷായി, നല്ല സന്തോഷായി. ചേച്ചി ഞാൻ എന്ത് പേരിട്ടാണ് ചേച്ചി വിളിക്കേണ്ടത്? നിങ്ങൾ ചെയ്ത കണ്ടന്റിന്റെ ഒരു 15% പോലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ തീട്ട കണ്ടന്റും എടുത്തു വെച്ച് ഇവര് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വന്നിട്ട് പറയുന്നു കണ്ടവർ ചാച്ചു തുപ്പിയ കണ്ടന്റ് എടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ലേശം ഉടുപ്പ്, ഒരു എന്തെങ്കിലും ഉടുപ്പുണ്ട്, ഇച്ചിരിയെങ്കിലും ഉടുപ്പ്, അത് എനിക്ക് ചോദിക്കണം. അതിൽ വാലും തലയില്ലാത്ത പല കാര്യങ്ങളുമാണ് അയാൾ ഇരുന്ന് കേൾപ്പിക്കുന്നത്. ചേച്ചി പറഞ്ഞ കാര്യം ഞാനൊന്ന് വെട്ടി മിനിക്ക് ചേച്ചി പറഞ്ഞ ഞാൻ വെച്ച് അത്രേ ഉള്ളു. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ഏയ്, അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു നിലപാടും ഇല്ല, വെറും വായ്ത്താളം മാത്രമാണെന്ന് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. അച്ഛനൊന്നും പറയണ്ട, പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. ഓക്കെ, ജിൻഡോ ബിഗ് ബോസിലുള്ള സമയത്ത് ചേച്ചി ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യം കേൾക്കാം. എന്ത് കാണിച്ചിട്ടാണ് ആ ഭീമസേനോട് എല്ലാം കാണിച്ചിരിക്കും, ഒന്നും ചെയ്യുന്നില്ല. വെട്ടി ജയിച്ച് ജിൻഡോയുടെ പ്രസംഗത്തെ വലിയ എന്താണ് സുഭാഷിതം എന്ന രീതിയിലാണല്ലോ ആൾക്കാർ പറയുന്നത്. അയാൾ ഭയങ്കര മോട്ടിവേഷൻ ആണ്. എന്ത് കാര്യമാണ് ഇത് കാണിക്കുന്നത്? ജാസ്മിൻ അത്ര ഇല്ല. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇനി ജിൻഡോ കപ്പടിച്ചതിന് ശേഷം ചേച്ചി ജിൻഡോയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാം. ഞാൻ താങ്കളുടെ ആരാധികയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. നേരത്തെ അത് പറഞ്ഞ ടീമാണ് ഇപ്പൊ ഇത് പറയുന്നത്. കഴിഞ്ഞില്ല കേട്ടോ. നിങ്ങളുടെ കട്ട ഫാനായി മാറിയിരിക്കാൻ. ഓ, കട്ട ഫാൻ മുതലെന്നും കൂടെ ചോദിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഇറ്റപ്പുലിയായിട്ട് മാറിയ ഒരു വ്യക്തി ഞങ്ങളുടെയൊക്കെ ഇൻസ്പിറേഷൻ ആണ്. ഇൻസ്പിറേഷൻ ഇപ്പഴാ നിനക്ക് എന്നോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് തന്നെ. ആ ഇൻസ്പിറേഷനെ പറ്റി 2 വീക്ക് മുമ്പ് ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് വെക്കാം. എന്തിനാണ് ജിൻഡോയ്ക്ക് കപ്പ് ഇപ്പോഴും അറിയാത്തൊരു കാര്യം, അത് ഏറ്റവും നിലപാട് മാറ്റി ഒരു കഥാപാത്രം. ഇന്നും എനിക്ക് പേഴ്സണലി വിഷമമുണ്ട് കേട്ടോ, ആ വ്യക്തിക്ക് കപ്പ് കിട്ടാത്തത്. ജാസ്മിൻ സത്യത്തിൽ നല്ലപോലെ കളിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എന്തൊക്കെ നുണയാ ഭഗവാൻ എഴുതി പിടിപ്പിച്ചത്. അല്ല ചേച്ചി, അന്ന് കപ്പടിച്ച സമയത്ത് ചേച്ചി ആ സ്റ്റേജിൽ കയറി അന്നേരം പറഞ്ഞെല്ലാം തള്ളായിരുന്നു. അന്നേരം സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. നിലപാടുകളുടെ രാജകുമാരി, എനിക്ക് എന്താണ് ഇപ്പൊ പറയാനുള്ളത്? എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.